കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സംഭവത്തിൽ ഡോക്ടറുടെ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും എം പി കാസർഗോഡ് പറഞ്ഞു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. രാവിലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്റെ ബന്ധുക്കൾ എന്നെ വിളിച്ചിട്ട് ജനറൽ ആശുപത്രിയിലാണ് ഈ കുട്ടി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം നടക്കുകയോ എന്തെങ്കിലും അട്ടിമറി നടക്കുകയോ ചെയ്യുമോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സംശയത്തിനും ഇട തരാത്ത രീതിയിൽ അതിന്റെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം വളരെ സുതാര്യമായി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ഡോക്ടറെ കുറിച്ച് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രി അതിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഡോക്ടറുടെ പിഴവാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ ഡോക്ടറുടെ പേരിൽ സ്വീകരിക്കണം. കാരണം ഇപ്പൊ രണ്ടാമത്തെ മരണമാണ് ഡോക്ടറുടെ അനസ്തേഷ്യത്തിന്റെ പിഴവ് മൂലം സംഭവിക്കുന്നത്. നമ്മുടെ പയ്യന്നൂർ ഇതുപോലെ ഒരേ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ചെറിയ സ്റ്റിച്ചിങ് മാത്രം നടത്തേണ്ട ഒരു ആവശ്യവുമായിട്ടാണ് പയ്യന്നൂരിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയത്. ആ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാര് 3 പേര് ചേർന്ന്, അത് പോലീസ് കേസായിട്ടുണ്ട്. പോലീസ് 3 ഡോക്ടർമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ മരണം, അവർ നോട്ടിരുന്നുണ്ടായ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ മരണവും അനസ്തേഷ്യ കൊടുത്തതിലുണ്ടായ പിഴവാണെന്നാണ് അവർ സമ്മതിച്ചിട്ടുള്ളത്. ആശുപത്രി അധികൃതരും സമ്മതിച്ചു, അനസ്തേഷ്യ കൊടുത്ത ആൾ സമ്മതിച്ചു. 3 ഡോക്ടർമാരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പയ്യന്നൂർ ഡിവൈഎസ്പി വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയും ഇത്തരമൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ മാതാപിതാക്കന്മാർക്ക് പോലീസിൽ പരാതി കൊടുക്കാം. ഈ ഡോക്ടർമാരുടെ പേരിൽ നടപടിയെടുക്കാൻ ആവശ്യമായ സംവിധാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കും.